നമസ്കാരം, ഞാൻ നിതീഷ് കുമാർ, 37 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല, നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു. അത്തളപിത്ര തവളാച്ചി ചുക്കുമരിക്കണ ചൂലാപ്പി മറിയം വന്ന് വിളക്കൂതി ഫു ഫു ഫു. യൂണിവേഴ്സൽ ഹോം എന്റർടൈൻമെന്റ് INC അണിയിച്ചൊരുക്കുന്ന ശ്രീനിയ 2020 എന്ന കലാവിരുന്നിന് USA-യിൽ തുടക്കം കുറിച്ചു. സംഗീതവും ഹാസ്യവും നൃത്തവും സമന്വയിപ്പിച്ചാണ് ഈ മെഗാ ഷോ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇതിന്റെ തത്സമയ വിശദ വിവരങ്ങൾക്കായി ഞങ്ങളുടെ പ്രതിനിധി ശ്രീ സുമേഷ് ഇന്ന് വേദിയിലുണ്ട്. സുമേഷ്, പറയൂ, ഏതെല്ലാം താരങ്ങളാണ് ഇന്ന് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്? നിതീഷ്, പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി താരങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ ആദ്യമായി വേദിയിലേക്ക് കടന്നു വരുന്നത് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ ഇന്ദ്രജിത്താണ്. കരുത്താർന്ന അഭിനയത്തിന്റെ ആൾരൂപമായ, മലയാളിയുടെ മനം നിറഞ്ഞ പൗരുഷത്തിന്റെ പ്രതീകമായ സുകുമാരൻ എന്ന മഹാനടന്റെയും നിങ്ങളുടെ പ്രിയപ്പെട്ട മല്ലിക സുകുമാരന്റെയും പ്രിയപുത്രൻ ശ്രീ ഇന്ദ്രജിത്ത്. ഞാനിത് ആദ്യമായിട്ടാണ് സിനിമാവിന്റെ ജീവിതത്തിൽ US-ൽ സ്റ്റേജ് പ്രോഗ്രാമിന് വരുന്നത്. അതിലധികമായ സന്തോഷമുണ്ട്. ഇന്ത്യയിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഈ ഷോയുടെ റിഹേഴ്സൽസും പ്രിപ്പറേഷൻസിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു. ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ കലാവിരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. കൗമാരത്തിന്റെ കാമനകൾ കനകാക്ഷരത്തിൽ കുറിച്ചിട്ട നോട്ട്ബുക്കിലൂടെ മലയാളത്തിന്റെ കൂട്ടുകാരിയായി മാറിയ യുവനായിക റോമ. I'm all excited. This is my first time in the USA. All for you, to perform for you tonight. I hope you all have a great evening. അടുത്ത താരം വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പായി വിക്ഷേപണവും കലയും തമ്മിലുള്ള ആന്തരികമായ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ശ്രീ ഹർഷം മുല്ലൂക്കര നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹവുമായി ഒന്ന് സംവാദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് ഈ വിക്ഷേപണത്തിന്റെ നിഷ്പൂഞ്ചിലിത? ആക്ച്വലി ഈ വിക്ഷേപണം എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് തിരിച്ചു വരാം. സുമേഷ്, ഇനി വേദിയിലെത്താൻ പോകുന്ന താരമാരാണ്? മെയ്വഴക്കത്തിന്റെ മിഴിവും യൗവനത്തിന്റെ കരുത്തുമൊത്തിണങ്ങിയ യുവനായകൻ മണിക്കുട്ടൻ, ശ്രീ മണിക്കുട്ടൻ. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നും ഈ സ്വപ്ന നാട്ടിൽ ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ മലയാളികൾക്ക് മണിക്കുട്ടന്റെ ഈ എളിയ കലാകാരന്റെ നമസ്കാരം. ശ്രീനിയാൻ 2020 എന്ന ഈ പേടകത്തിൽ ഇത്രയും വലിയ കലാകാരന്മാരോടൊപ്പം ഈ കൊച്ചുണ്ണിക്കും ഒരവസരം നൽകിയതിന് ഇതിന്റെ എല്ലാ സ്പോൺസേഴ്സിനോടും ഇതിന്റെ ഡയറക്ടറിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതിലെല്ലാത്തിലുമുപരി ഈശ്വരനോടും പിന്നെ നിങ്ങളോടും. കാരണം എൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രമല്ല, എൻ്റെ പഞ്ചായത്തിൽ നിന്ന് ഒരാൾ പോലും US കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ആ അവസരം എനിക്ക് കിട്ടുന്നത്. എൻ്റെ നാട്ടുകാരെല്ലാവരും ഒരു ആഘോഷം പോലെയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ അവരോട് പങ്കുവയ്ക്കാനും എനിക്ക് എന്നും ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള നല്ല മുഹൂർത്തങ്ങൾ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും നാളും നിങ്ങൾ തന്ന സ്നേഹവും പ്രോത്സാഹനവുമാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ഇനിയും ഇന്നും എന്നും നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സൂപ്പർ സ്റ്റാർ മോഹൻലാലിനോടൊപ്പം അലിബായ്, കോളേജ് കുമാരൻ, ഫ്ലാഷ് തുടങ്ങിയ ചലച്ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ കടന്നുവന്ന ഷംന കാസിം.
ഇതെൻ്റെ രണ്ടാമത്തെ US ട്രിപ്പാണ്. വീണ്ടും നിങ്ങളെ കാണാൻ പറ്റിയതിലും നിങ്ങളുടെ സ്നേഹം കിട്ടാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം എന്നെ ഇവിടെ കൊണ്ടുവന്ന സ്പോൺസേഴ്സിനോടും എൻ്റെ ഡയറക്ടറോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇത്രയും വലിയൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും എനിക്ക് സന്തോഷമുണ്ട്. ഇനി ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ നന്ദി. ക്ലാസിക്കൽ നൃത്തത്തിന്റെ ലാസ്യലയ ഭാവങ്ങളിൽ അഭിനയിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അഭിനേത്രി രഞ്ജിനി കൃഷ്ണൻ. പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ. താങ്ക് യു വൺസ് അഗൈൻ ഫോർ ഹാവിംഗ് മീ ഹിയർ ആൻഡ് ഐ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഈവനിങ്. വിക്ഷേപണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ വളരെ ആവേശഭരിതനായി തന്നെയാണ് മുല്ലൂക്കരൻ നമ്മളോടൊപ്പം ഇരിക്കുന്നത്. സാർ എന്താണ് ഇതിന്റെ പ്രവർത്തന രീതി എന്ന് സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ ഒന്ന് നിർഗുളിക്കാം. ആക്ച്വലി ഈ വളരെ നന്ദി സാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒരിക്കൽ കൂടി തിരിച്ചു വരാം. സുമേഷ് പറഞ്ഞോളൂ, കേൾക്കാം. അനുകരണ കലയുടെ അതിരുകളില്ലാത്ത സാധ്യതകൾ അരങ്ങിലെത്തിച്ച മിമിക്രി മജീഷ്യൻ നാം കണ്ടതും കേട്ടതുമായ സംഭവങ്ങളുടെയും വ്യക്തികളുടെയും അടിയൊഴുക്കുകളിലേക്കും സഹജഭാവങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് അതിലെ നർമ്മ മുഹൂർത്തങ്ങളെ വാട്ടവും കോട്ടവുമില്ലാതെ അവതരിപ്പിച്ച് സദസ്സിൽ കൂട്ടച്ചിരി ഉയർത്തുന്ന പൊട്ടിച്ചിരിയുടെ കൂട്ടുകാരൻ ശ്രീ കോട്ടയം നസീർ. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്. ഇപ്പോൾ കുറേ പ്രാവശ്യമായി. ഇവിടെ കുറച്ച് പേര് വന്ന് പറഞ്ഞു അവരാദ്യമായിട്ടാണ് വരുന്നതെന്ന്. നിങ്ങളധികം പ്രോത്സാഹിപ്പിക്കേണ്ട, അവർ പിന്നെയും വരും. എന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് ഇനി ഇവിടെ വന്നേ പറ്റുള്ളൂ. കാരണം ഗൾഫിൽ പഴയ പോലെ പോകാൻ പറ്റുന്നില്ല. ഇവിടെ കുറച്ച് മാന്ദ്യം കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും വരാൻ സാധിച്ചതിന്. നിങ്ങൾക്ക് വളരെയധികം എൻജോയ് ചെയ്യുന്ന രീതിയിലൊരു പ്രോഗ്രാമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള കയ്യടിയും ചിരിയും പ്രോത്സാഹനവും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഇവിടെ പലർക്കും അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് തെളിയിച്ചു കൊടുക്കാം. ഒരു നല്ല കയ്യടി കിട്ടിയാൽ കൊള്ളാം. താങ്ക് യു. രണ്ടുപേരും എനിക്ക് പരിചയപ്പെടുത്തുവാനുണ്ട്. മിമിക്രി വേദിയിൽ തനതായ ഒരു ഹാസ്യാവതരണത്തിലൂടെ ശ്രദ്ധേയനായ ഒരു കലാകാരനാണ്. സിനിമയിലും അതേപോലെ സീരിയലിലും കോമഡി പ്രോഗ്രാമുകളിലൊക്കെ ശ്രദ്ധേയനായ കലാകാരൻ. അനശ്വരനായ ഒരു അതുല്യ നടൻ്റെ മകനാണ്. അബൂബക്കർ എന്ന് പറയുന്ന അനശ്വരനായ ഒരു വലിയ നടൻ്റെ മകനാണ് അദ്ദേഹം. നമുക്ക് ആ കലാകാരനെ വേദിയിൽ ക്ഷണിക്കാം. നല്ല ഒരു കൈയോടുകൂടി. അതിലുപരി കലാഭവൻ നവാസിൻ്റെ ജ്യേഷ്ഠനും കൂടിയായ ആ നല്ല കലാകാരനെ നിയാസ് ബക്കർ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രോഗ്രാമിന് അവസരം നൽകിയ ദൈവത്തിനോട് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുഴുവൻ സഹപ്രവർത്തകർക്കും നല്ലവരായ മുഴുവൻ കലാപ്രേമികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഒരു കലാകാരൻ്റെ ഊർജം എന്ന് പറയുന്നത് കലാപ്രേമികളായ നിങ്ങൾ ഓരോരുത്തരുടെയും ഇരു കൈകൾ കൂട്ടിയടിക്കുമ്പോഴുണ്ടാകുന്ന മധുരമായ ആ ശബ്ദമാണ് ഞങ്ങളുടെ ഊർജം. അത് ആവോളം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രോഗ്രാമിൻ്റെ ആദ്യ അവസാനം വരെ പരിപൂർണമായ സഹകരണവും പ്രോത്സാഹനവും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നാട്ടുതനിമയാർന്ന പച്ചമനുഷ്യരുടെ സരസവേഷങ്ങൾ ചലച്ചിത്രങ്ങളിൽ അനശ്വരമാക്കിയ നടൻ ശ്രീ അബൂബക്കറിന്റെ മകൻ കലാഭവൻ നവാസ്. ഒരിക്കൽ കൂടി ഇവിടെ വരാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളാണ്. ആ പ്രോത്സാഹനമാണ്, ആ സ്നേഹമാണ് പല പ്രാവശ്യം വന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നതും അത് കാരണമാണ്. ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾ എത്തിച്ച ഞങ്ങളുടെ മെയിൻ സ്പോൺസർ മിസ്റ്റർ ഷിബു, ഒപ്പം ഞങ്ങളുടെ ഡയറക്ടർ GS വിജയൻ, അദ്ദേഹത്തോടും അതിനെല്ലാം കാരണമായ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ ഇളയ കലാകാരനെ അറിയിക്കുകയാണ്. നമ്മളിവിടെ ഷോ നടക്കുന്നു, അത് കാണുന്നു, അതൊക്കെ മറന്നിട്ട് 3 മണിക്കൂർ സമയം നമുക്ക് ഒരുമിച്ച് കിട്ടിയ ഈ അവസരം നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഓക്കെ, പ്രോഗ്രാമിലൂടെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. സാർ
സാർ പ്ലീസ്, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും പറയൂ, എന്താണ് ഈ വിക്ഷേപണത്തിന്റെ പ്രകടമായ വികടമായ ഘടികാരം? അന്തരാത്മാവിന്റെ കുന്ത്രാണങ്ങളിൽ നിന്ന് വന്ന ഉന്ത്രാണ്ട് പാടാ നിന്റെ വിക്ഷേപണം. ഓക്കെ സാർ, നിർത്തടാ. തിരിച്ചു വരാവുന്നു. അപ്പൊ എനിക്ക് തിരിച്ചു പോകട്ടെ. എടാ, 1.5 മണിക്കൂറായി ഞാൻ ഈ വേഷം കെട്ടി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് ഇതുവരെ നീ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചോടാ. സാർ നമുക്ക് സമയമുണ്ടല്ലോ. എപ്പോ ഞാൻ കുഴി പോകുമ്പോഴോ? ഇനി എന്റെ പട്ടി വരും, ഞാൻ പോവുക. എങ്ങോട്ട്? ചന്ദ്രനിലേക്ക്. എങ്ങനെ? ഇങ്ങനെ. നല്ലൊരു ഇരയായിരുന്നു, പക്ഷെ രക്ഷപ്പെട്ട് കളഞ്ഞു. നമുക്കിനി അടുത്ത ഇരയിലേക്ക് അടുത്ത താരത്തിലേക്ക് കിടക്കാം. ഇനി വേദിയിലെത്താൻ പോകുന്നത് ശ്രീനിയാൻ 2020യുടെ പ്രധാന താരമാണ്. മൗലികതയാർന്ന ചിരിയുടെ വലിയ ലോകങ്ങൾ മലയാളിക്ക് നേരെ തുറന്നിട്ട ചെറിയ മനുഷ്യൻ. നടനായും തിരക്കഥാകൃത്തായും സംവിധായകനായും നിർമ്മാതാവായും മലയാളത്തിന്റെ സ്ക്രീനിൽ എല്ലാ അർത്ഥത്തിലും നിറഞ്ഞു വസിച്ച ശ്രീനിവാസൻ. കലാസ്നേഹികളായ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എന്റെ നമസ്കാരം. നമസ്കാരം ശ്രീ ശ്രീനിവാസൻ. ഇവിടെ നമസ്കാരം. നമസ്കാരം. ഇന്ന് താങ്കളടക്കമുള്ള ഗ്രൂപ്പിന്റെ കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ള മലയാളികളായ കലാസ്നേഹികൾക്കു വേണ്ടി 1-2 കാര്യങ്ങൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനെന്താ, ചോദിച്ചോളൂ. സിനിമയിലെ പ്രമുഖ താരങ്ങൾ സ്പോർട്സ് രംഗത്ത് ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഷാരൂഖ് ഖാൻ, പ്രീതി സിൻഹ, ശില്പ ഷെട്ടി തുടങ്ങിയവരെല്ലാം അതിനുദാഹരണമാണ്. ഒറ്റയ്ക്ക് പോരാടി ഇന്ത്യയുടെ യശസ്സിനെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന ധീരവനിതയായ ഏവരുടെയും ഹരമായ സാനിയ മിർസയെ പോലെ പ്രശസ്തി നേടിയെടുക്കുവാനാണോ താരങ്ങളുടെ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ സാനിയ മിർസയ്ക്കാണോ കൂടുതൽ ആരാധകർ? സാനിയ മിർസയാണോ മികച്ച താരം? ആണെങ്കിൽ എന്താണ് അതിന് കാരണം? സാനിയ മിർസക്ക് കൂടുതൽ ആരാധകരുണ്ടാകുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇത്രയും ഇറക്കം കുറഞ്ഞ നിക്കറിട്ട് സാനിയ മിർസയല്ല ഏത് മിർസ കളിച്ചാലും ആ കളി കാണാൻ ചുറ്റിനും ഒരുപാട് ആരാധകരുണ്ടാവും. ഈ മിർസയോട് ഒരു പർദ്ദയോ നൈറ്റിയോ ഇട്ട് കളിക്കാൻ പറ, അപ്പൊ കാണാം ആ കളി കാണാൻ എത്ര പേരുണ്ടാവുമെന്ന്. വളരെ നന്ദി ശ്രീനിവാസൻ, നല്ലൊരു തിരിച്ചറിവ് നൽകിയതിന്. മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. ഇനിയുണ്ടോ? നിരവധി തവണ അമേരിക്ക സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. അതെ. ഈ കേരളവും അമേരിക്കയും തമ്മിൽ താരതമ്യം ചെയ്താൽ എന്താണ് പെട്ടെന്ന് തോന്നുന്ന പ്രകടമായ വ്യത്യാസം? പെട്ടെന്ന് തോന്നുന്ന പ്രകടമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും ചുംബിക്കാം, പക്ഷെ മൂത്രം ഒഴിക്കുന്നത് ആരും അപ്രീഷിയേറ്റ് ചെയ്യില്ല. കേരളത്തിലാണെങ്കിൽ പൊതുസ്ഥലത്ത് എവിടെ വേണമെങ്കിലും മൂത്രം ഒഴിക്കാം, പക്ഷെ ചുംബിച്ച ഇടി കിട്ടും. അതാണ് ഒരു വ്യത്യാസം. മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. വേണ്ട, നിർത്ത്. എന്തു പറ്റി? അവിടെയോ ഞങ്ങൾക്കൊരു സ്വൈര്യം തരാറില്ല, ഇവിടെയെങ്കിലും ഞങ്ങളെ ഒന്ന് വെറുതെ വിടൂ പ്ലീസ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ വെച്ച് പറയാം. ഞങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ ഉള്ളതാണ്. ശ്രീനിവാസൻ, ലൈൻ ക്ലിയർ ആവുന്നില്ല. വളരെ നന്നായി. ലൈൻ ഒരിക്കലും ക്ലിയർ ആവാതിരിക്കട്ടെ. വളരെ നന്ദി ശ്രീനിവാസൻ, ഒരിക്കൽ കൂടി തിരിച്ചു വരാം. അതിനു മുമ്പ് ഞങ്ങൾ രക്ഷപ്പെട്ടോളാം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമസ്കാരം. നാട്ടിൽ നിന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടി പുറപ്പെടുമ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, പ്രോഗ്രാം അമേരിക്കയിലൊരു വൻ വിജയമാവാൻ ദൈവം സഹായിക്കട്ടെ എന്ന്. അപ്പോൾ ഞാൻ ഓർമ്മിച്ചത്, പുള്ളിയോട് പറഞ്ഞില്ല, കൊല്ലത്ത് വെച്ച് നടന്ന ഒരു സംഭവമാണ്. ഒരുപടി ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിന് മുമ്പിൽ MS സുബ്ബലക്ഷ്മി